എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് രാജ്മ പയർ കൊണ്ടുള്ള രാജ്മ മസാലയാണ്. ഇതിനായി 1.5 കപ്പ് രാജ്മ 8 മണിക്കൂർ കുതിർത്ത് കഴുകിയെടുത്തത് കുക്കറിലിട്ട് 1 കപ്പ് വെള്ളം 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വേവിക്കുക. ഈ പയറിന് നല്ല വേവുള്ളതുകൊണ്ട് ഞാൻ 7 വിസിൽ വരെ വേവിച്ചു. വെന്തതിന് ശേഷം കുക്കറിലുള്ള ബാക്കി വെള്ളം കളഞ്ഞ് പയറെടുക്കുക. ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് 1 ബേ ലീഫ്, 2 ഗ്രാമ്പു, 2 ഏലക്ക, 2 ചെറിയ കഷ്ണം പട്ട, 1 ടീസ്പൂൺ നല്ല ജീരകവും ചേർക്കുക. ഇനി 2 സവോള അരിഞ്ഞത് ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് മൂപ്പിക്കുക. സവാള പകുതി മൂപ്പാകുമ്പോൾ 3 പച്ചമുളക് നീളത്തിൽ മുറിച്ചതും 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ചതച്ചത് അതിലേക്കിടുക. 2 ടേബിൾ സ്പൂൺ തേങ്ങ ചെറുതായി അരിഞ്ഞതും കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ മൂപ്പിക്കുക. ഇവ മൂത്തതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് വഴറ്റുക. പൊടികൾ മൂത്തു കഴിഞ്ഞ് 2 തക്കാളി അരിഞ്ഞതും മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് ഇളക്കി അടച്ചു വയ്ക്കുക. തക്കാളി വെന്ത് കഴിഞ്ഞ് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അതിലേക്ക് വേവിച്ച പയറും 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളവും ചേർത്ത് ഇളക്കി 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ചരിഞ്ഞ മല്ലിയിലയും ചേർത്ത് ഉപയോഗിക്കാം. നല്ല രുചിയുള്ള ഈ കറി അപ്പം, ചപ്പാത്തി, പൊറോട്ട എന്നിവയ്ക്കും ചോറിനും നല്ലതാണ്.